കാഫിർ സ്ക്രീൻഷോട്ടിൽ സിപിഎമ്മിന്റെ കപട രാഷ്ട്രീയം തുറന്നുകാട്ടപ്പെട്ടുവെന്ന് പരാതിക്കാരനായ കാസിം. പോലീസ് നിഷ്ക്രിയത്വം കാണിക്കുകയാണ്. പോലീസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലെ പേരുകളിൽ വിലാസം പോലുമില്ല. കേസുമായി മുന്നോട്ടു പോകുമെന്നും കാസിം പറഞ്ഞു. 4 വോട്ടിന് വേണ്ടി സിപിഎം കാലങ്ങളായി വടകരയിലും കുറ്റ്യാടിയിലും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് പ്രത്യക്ഷപ്പെട്ടത് എന്നുള്ളത് കൃത്യമായിട്ട് അന്ന് തന്നെ ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് തെളിയിക്കുന്ന രീതിയിലാണ് കേരള ഹൈക്കോടതിയിൽ കേരള പോലീസ് കഴിഞ്ഞ ദിവസം കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റെഡ് എൻകൗണ്ടർ എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിലാണിത് ആദ്യമായി പ്രചരിക്കപ്പെട്ടത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം പോലീസ് നൽകിയ റിപ്പോർട്ട്. അതിൽ ഷെയർ ചെയ്തിട്ടുള്ളത് വടകര മേഖല ബ്ലോക്ക് ഡിവൈഎഫ്ഐയുടെ പ്രസിഡന്റ് റിബേഷ് എന്ന് പറയുന്ന ഡിവൈഎഫ്ഐയുടെ ഉന്നത നേതാവ് കൂടിയാണ്. അപ്പോൾ ഈ തരത്തിലേക്ക് സിപിഎം കളിക്കുന്ന കപട രാഷ്ട്രീയമാണ് ഈ വിവാദത്തിലൂടെ വെളിപ്പെട്ടിട്ടുള്ളത്. ഇതിൻ്റെ ആളുകളെ ആരാണോ ഇത് റിബേഷിലേക്ക് ഒതുങ്ങുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. കേരളത്തിൽ പോലീസ് തന്നെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളുടെ പേര് കൃത്യമായിട്ട് ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ പോലും അവരുടെ അഡ്രസ്സോ കാര്യങ്ങളോ കൊടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. പോലീസ് ഇതിൽ കാണിക്കുന്ന നിഷ്ക്രിയത്വം അവസാനിപ്പിച്ചുകൊണ്ട് യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തും. ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ആലോചിക്കുന്നത്.